ഹെയർ കളർ ചെയ്യാൻ പോവാണ് ഗൈസ്. ഞങ്ങളെല്ലാവരും ഹെയർ കളർ ചെയ്യാൻ പോവാം. താങ്ക് യു ഷിംന. വൃന്ദാവൻ എവിടെ എവിടെ ഫ്രണ്ട് ക്യാമറ സൂം ചെയ്യാൻ പറ്റുന്ന കണ്ണാണവരുണ്ടോ? ഇവിടുന്ന് ഇങ്ങോട്ട് നല്ല ലൈറ്റ് ആക്ച്വലി, നല്ല സ്കിൻ. ഞങ്ങൾ വൃന്ദാവനിൽ വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്തപ്പോ ഏതോ അറിയാതെ കൈതട്ടി ന്യൂസ് ചാനല് ഷിംന ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ന്യൂസ് വന്നു, അതാണ്. അപ്പോ ഞങ്ങളപ്പോ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി, ട്രീറ്റ്മെന്റ് അല്ല, ചെറിയൊരു ഹെയർ മേക്ക് ഓവറിനും എന്നൊരു സെൽഫ് ലവ് ഡേ ആയിട്ട് നമ്മളിന്ന് പോവാം. സൺഡേ ആണ്. സോ ഇന്നങ്ങനെ പോവാന്ന് വെച്ചാൽ ഷിംന നീ എന്തൊക്കെയാ ചെയ്യണം? ഹെയർ വാഷ് ചെയ്തിട്ട് കളർ ചെയ്യും. കളർ ചെയ്യും. ഞാനും ഹെയർ കളർ ചെയ്യാന്ന് വെച്ചു. പിന്നെ ഞാനത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടൊന്ന് കളർ ചെയ്യുന്നു. സോ എല്ലാവരും നമ്മളിന്ന് ഹെയറിൽ ചെറിയ എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്നിട്ട് കാണിച്ചു തരാം അല്ലേ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മസാല ദോശ, ഗീ റോസ്റ്റ്, കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും. ഓ ബാക്കി കഴിച്ചിട്ട് കാണും. അത് വേണ്ടായിരുന്നു. യെസ്. എൻ്റെ മസാല ദോശ, ഗീ റോസ്റ്റ് മസാല ദോശ. എല്ലാം കിട്ടി. വീഡിയോ മാത്രം നോക്കി ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ചെറിയ ഹോട്ടലിലെ കോഫിയാണ്. ഇതിനെക്കാട്ടും നല്ല 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 കടുപ്പുണ്ടാവും. അത് എണ്ണ ഉണ്ടാക്കി കോഫി. അത് എന്താ വേണ്ടത്? ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കാൻ ആൾക്കാരുണ്ടാവുമ്പോൾ നമുക്ക് എങ്ങനെയാ അരിശാരൻ കോഫി വെച്ചത് പോലെയാണ്. തോന്നി അത്ര വെച്ചെടുക്കണമെന്നുള്ളൂ. ഇന്നെങ്കിലും ഷുഗർ കട്ട് സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ രാവിലെ തന്നെ നല്ല ഷുഗർ ഉള്ള ഒരു കോഫി കുടിച്ചു. ഷുഗർ ഇല്ലല്ലോ, ചെറിയ ഷുഗർ ഉണ്ട്, ഭയങ്കരമായിട്ടില്ല. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഷുഗർ കട്ട് എന്ന് പറയും. രാത്രി ആകുമ്പോൾ ഷുഗർ കഴിക്കും. എനിക്കിഷ്ടമല്ലടി. ഫ്ലേവറാ ഇഷ്ടം. മസാല ദോശ മസാല ഞാനിങ്ങനെ കഴിക്കൂല, മാറ്റി വെക്കും. ഞങ്ങളങ്ങനെ നല്ല ക്ലാരിറ്റിയിലും മൈക്കിലും റെക്കോർഡ് ഉണ്ട്. ഞാൻ വോയിസ് ഒക്കെ അങ്ങനെ തന്നെ ഇട്ടിടും. ഞങ്ങള് ഇവിടെ സലൂണില് എത്തിയിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഇന്ന് നമുക്ക് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണിച്ചു തരാം എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, നല്ല മഴയാ, ഇറങ്ങാം അല്ലേ? ഓക്കെ ഗൈസ്, ബൈ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കളറൊക്കെ ഏതാ വേണ്ടിയെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യും. മരയൊക്കെ വന്നു തുടങ്ങി. സ്ട്രെസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും. പിന്നെ ജെനറ്റിക്സ് ഒക്കെ ഉണ്ടാവും, ജീൻസ്. ആരത് ബ്ലീച്ചാന്ന് തോന്നുന്നു. എന്തോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ബ്ലീച്ച് ചെയ്യുന്നില്ല, പക്ഷെ കുറച്ച്. കാരണം ഒരുപാട് ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ ഭയങ്കര റഫ് ആവും. അപ്പോൾ അത്ര ബ്ലീച്ച് ചെയ്യുന്നില്ല, കുറച്ച് മാത്രം. ഒരു എഡ്ജിൽ മാത്രം എന്തോ ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അവരുടെ ഇതിനകത്ത് മാത്രം ചെയ്യുക. എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്ത കാര്യം. ചെയ്ത്
കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ബാക്ക് സൈഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓൾറെഡി ഒരു ക്രീം ഇട്ട് വെച്ചിരിക്കുക. ഒന്ന് ബ്ലീച്ചാണ്, കുറച്ച് ബ്ലീച്ച് ചെയ്തിട്ടുണ്ട്, എന്നാലാണ് ആ ഫുൾ കളർ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി കുറച്ച് നേരം കഴിഞ്ഞ് വാഷ് ചെയ്യാം. ആക്ച്വലി ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പൊ ഇതാണ് അവസ്ഥ. ഇനിയാണ് ഇത് പ്രീ ലൈറ്റനിങ് ചെയ്തിരിക്കുക. ഇനിയാണ് ശരിക്കും കളർ ചെയ്യാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. എന്താവും എനിക്കൊരു ഐഡിയ ഇല്ല. എനിവേ ഇതാണ് കോലം. ഇത് ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല സമയം ഇങ്ങനെ വെച്ചായിരുന്നു. ഇത് ഈ പ്രീ ലൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കളർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താവുന്ന. പ്രീ ലൈറ്റനിങ് ചെയ്യാൻ വേണ്ടി വെച്ചു, അത് കഴിഞ്ഞ് വാഷ് ചെയ്തു. ഇതിപ്പോൾ ഡ്രൈ ചെയ്യുക. അവിടെ കാണാൻ പറ്റില്ല, അവിടെ ഷാരന്റെ വേറെ ടൈപ്പ് ഓഫ് വേറെ എന്തോ ടെക്നിക്കാണ് അവളുടെ, അതവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, ഷിംന അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. അവളുടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അവൾക്ക് എന്തോ കുറച്ച്, അവൾക്ക് ഓൾറെഡി ഹെയർ കളർ ഉണ്ട്, അതിൽ എന്തൊക്കെയോ കുറച്ച് ഹൈലൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനേ ഉള്ളൂ. എൻ്റെ ഹെയർ കളറിൻ്റെ ഫുൾ റിസൾട്ട് ഇതാണ്. ഭയങ്കര രസമില്ലേ? വേണ്ടമ്മ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആക്ച്വലി കുറേ നാളായിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പെർഫെക്റ്റ്. അത്രേ ഉള്ളൂ. ഹെയർ കളറിൻ്റെയും കഴിഞ്ഞു. ബൈ.